ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇങ്ങനെയൊന്നും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നല്ലേ. ഇത് തായ്ലൻഡിലെ ഒരു ഐലൻഡാണ്. എൻ്റെ ഹസ്ബൻഡും മോനും അതുപോലെ എൻ്റെ ഇൻലോസും ഒക്കെ കൂടിയിട്ട് ട്രിപ്പ് പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഈ ഐലൻഡ് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് ഈ ഒരു സീനിക് ബ്യൂട്ടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സീസറിൻ്റെ ഒരു ബോട്ടിലാണ്. അതിലേക്ക് ഇത് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ബേസ് കോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സീസർ ബോട്ടിലാണിത്. ഇത് ഓൾഡ് ബോട്ടിലാണ് കേട്ടോ. ഇപ്പോഴത്തെ സീസർ ബോട്ടിലിന് ഈ ഒരു ഷേപ്പ് കിട്ടണില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പഴയ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. പെയിൻറ്റിങ് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമ്മുടെ സ്പ്രേ പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ സ്കൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത് വയലറ്റും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ബ്രഷുകളിലായിട്ട് വൈറ്റും വയലറ്റും കളർ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിലിൻ്റെ ഒരു പകുതി ഭാഗം തൊട്ടിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ബ്രഷ് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 കളേഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ അൾട്രാമേറ്റ് ബ്ലൂവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ 4 ടൈപ്പ് ഓഫ് ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പേർഷ്യൻ ബ്ലൂ, അൾട്രാമേറ്റ് ബ്ലൂ, പെതല്ലോ ബ്ലൂ, അതുപോലെ തന്നെ കൊബോൾട്ട് ബ്ലൂവും കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ഷെയ്ഡ് ബ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കൈ നല്ല ഭംഗിയായിട്ട് ഇനി ഈ പെയിൻറ്റുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ഒന്നും കൂടി പറയാം. വയലറ്റ്, വൈറ്റ് ആൻഡ് അൾട്രാമേറ്റ് ബ്ലൂ, ഈ 3 കളറും കൂടിയിട്ടാണ് ഞാനിവിടെ സ്കൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ബ്ലൂ ഒക്കെ നമുക്കിനി വഴിയേ കാണാം. ഓരോ ഭാഗങ്ങളെത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറേ നാളുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു പെയിൻറ്റിങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേശ്ശെ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊന്ന് ഭംഗിയാക്കാനായിട്ട് വൈറ്റും വയലറ്റും ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്കൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. നമ്മൾ വിചാരിച്ചൊരു പെർഫെക്ഷൻ കിട്ടുന്ന വരെ നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. സീനറി ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണേലും കളേഴ്സ് യൂസ് ചെയ്ത് പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു സ്കൈ പോർഷൻ ഏകദേശം റെഡിയായി. ഇനി റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലൗഡ്സ് ചെയ്തെടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലൗഡ്സ് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ വൈറ്റ് വെച്ചിട്ട് ടൈറ്റാനിയം വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റൗണ്ട് ബ്രഷ് വെച്ചിട്ട്. അപ്പോഴാണ് ആ ഒരു ഷേപ്പ് ക്ലൗഡ്സിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇൻലോസും അതുപോലെ തന്നെ എൻ്റെ മോനും ഒക്കെ കൂടിയിട്ട് അവിടെ പോയത് മെയിനായിട്ടും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇഷാൻ്റെ 7th ബർത്ത്ഡേ 6th ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. 6th ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോയത്. എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ 2nd ബേബീനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഏകദേശം ഡെലിവറി ടൈം അടുത്തിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതെ വന്നത് കേട്ടോ. ശരിക്കും എനിക്ക് മിസ്സായിപ്പോയി ആ ഒരു ട്രിപ്പ്. അവർ കൊണ്ടുവന്ന ആ വീഡിയോസൊക്കെ കണ്ടപ്പം ശരിക്കും ആ പ്ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും നല്ല സീനിക് ബ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിതൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ സീസണിൻ്റെ ബോട്ടിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. എനിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് ഇത്രയും നല്ല സ്പേസ് ഉള്ളൊരു ബോട്ടിലാണിത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗണ്ടെയ്ൻസിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അൾട്രാമേറ്റ് ബ്ലൂ വെച്ചിട്ടാണ് ഞാൻ എന്താ ഒരു ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇഷാനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ട് കേട്ടോ. 2 പേർക്കും ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാന്താണ്. അത്രയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് എൻ്റെ മോനും ഹസ്ബൻഡും കൂടിയിട്ടാണ് കേട്ടോ. അവർ ഒത്തിരി സ്ഥലങ്ങളിൽ പോയ നല്ല നല്ല ഓർമ്മകൾ അവരുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അന്നത്തെ കാര്യങ്ങളൊക്കെ എന്നായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിനി മൗണ്ടെയിൻ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാമേറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ എന്താ പറയുക, ഓരോ മൗണ്ടെയിൻസിന് ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ നമ്മൾ ലൈറ്റും ഡാർക്കറും ഒക്കെ ആയിട്ട് കൊടുത്ത് വരികയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അൾട്രാമേറ്റ് ബ്ലൂ,
ബ്ലാക്ക് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മൾ ആ ഒരു മൗണ്ടെയിൻ്റെ പോർഷൻ കവർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തേക്കും അതിൻ്റെ ലൈറ്ററും ഡാർക്കറുമായിട്ടുള്ള വേർഷനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതവിടെ ഞാൻ ഇത്തിരി ലൈറ്റായിട്ടുള്ള വേർഷനാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതാ നമ്മൾ കുറച്ച് അകലേക്ക് കാണുന്ന ആ ഒരു മലയുടെ ചെറിയൊരു പോർഷന് നമ്മൾ ഇത്തിരി ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഡാർക്കർ ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു ടൈപ്പിലാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്നതോറും നമുക്ക് ആ മൗണ്ടെയിനൊക്കെ നല്ലപോലെ വിസിബിൾ ആയിരിക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് ഇതിലേക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റും വയലറ്റും ചെറിയൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടി കൊടുത്തിട്ടാണ്, വെത്തല്ലോ ബ്ലൂ ആണ് എടുക്കുന്നത്. ഇത് 3 കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക മൗണ്ടെയിൻ്റെ ക്രാക്സും ആ വെള്ളം തട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഉണങ്ങിയൊരു എഫക്റ്റൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഈ ഒരു കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു പിക്ചർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനൊരു പെയിൻറ്റിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് എൻ്റെ മനസ്സിൽ കണ്ട പോലെ ആവുന്നത്തോളം ഞാനതിന് പെർഫെക്ഷൻ കൊടുക്കാൻ ശ്രമിക്കാറാണ് പതിവ്. എപ്പോഴെങ്കിലും ഇനിയും സമയം കിട്ടുന്ന സമയത്ത് എനിക്കൊന്ന് ഈ ഒരു സ്ഥലം കാണണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലിരിക്കുകയാണ്. മെയിനായിട്ട് എനിക്ക് ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക സ്ഥലം ശരിക്കും എനിക്ക് മിസ് ചെയ്തു. അവരൊക്കെ പോയി ശരിക്കും എൻജോയ് ചെയ്ത് വന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രാസും അതുപോലെ ബുഷസും ഒക്കെ വരയ്ക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീനും സാപ്പ് ഗ്രീൻ അതുപോലെ മീഡിയം യെല്ലോ പിന്നെ യെല്ലോ ഓർച്ചഡ് ഇങ്ങനെ 4 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതും ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഫാൻ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുഷസൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മെയിനായിട്ട് ഞാൻ ട്രീസും അതുപോലെ ബുഷസ് ഗ്രാസൊക്കെ ചെയ്യുമ്പോൾ ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. നല്ലൊരു എഫക്റ്റ് കിട്ടാൻ ഈ ഒരു ബ്രഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല പോലെ. എൻ്റെ കയ്യിൽ ഫാൻ ബ്രഷിൻ്റെ പല സൈസും പല ടൈപ്പിലുള്ള ഫാൻ ബ്രഷസ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ ബ്രഷസൊക്കെ നല്ലത് കാണുമ്പം കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിങ്ങനെ ഓരോ ഇത് ചെയ്യുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അതാത് ടൈപ്പിലുള്ള ബ്രഷസ് വേണം. അപ്പോൾ ഇത് നമ്മൾ ഫാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പൈൻ ട്രീസൊക്കെ ചെയ്യുമ്പോഴും ഈ ഫാൻ ബ്രഷ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാസ് പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഭംഗിക്കനുസരിച്ച് നമുക്കിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഗ്രാസസ് അല്ല മെയിൻലി ബുഷസും ചെടികളൊക്കെ മലയുടെ മുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ദൂരെ നിന്നുള്ളൊരു വ്യൂവിൽ എങ്ങനെയാണോ കാണുന്നത് ആ രീതിക്ക് എഫക്റ്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുത്തു. കണ്ടോ നല്ലപോലെ നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം. ശരിക്കും ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലക്കാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു 3-4 ദിവസം മുൻപ് കൊണ്ടു തന്നൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. ഇപ്പോൾ തീരെ അവൈലബിൾ അല്ല ഇത് കിട്ടാനായിട്ട്. ഞാൻ മുൻപും ഒരു ലാൻഡ്സ്കേപ്പ് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സീനറി. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം കേട്ടോ. അതൊക്കെ ഞാൻ ബോട്ടിലായിട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെയ്ത സീനറിയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഐലൻഡിലെ വാട്ടർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ സാപ്പ് ഗ്രീനും ടീൽ ബ്ലൂവും കൂടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ടീൽ ബ്ലൂ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കളറാണ്. ഈ ഒരു കളർ വെച്ചിട്ട് വാട്ടർ ചെയ്താൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്. ഈ ടീൽ ബ്ലൂവിൻ്റെ കൂടെ വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ട് വെള്ളങ്ങൾ പല തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷാഡോസ്, ഈ മൗണ്ടെയിൻസിൻ്റെ ഷാഡോസൊക്കെ ഈ വെള്ളത്തിലേക്ക് വരില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ താഴെയായിട്ട് അൾട്രാമേറ്റ് ബ്ലൂ കൊണ്ട് ഒന്ന് ജസ്റ്റ് ലൈൻ ഇട്ട് എടുക്കുന്നുണ്ട് ഈ മൗണ്ടെയിൻസിൻ്റെ താഴെ. കണ്ടോ,
അപ്പോൾ നമുക്ക് ആ ഒരു ഷാഡോ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ആ ഒരു മലയുടെ ഷാഡോ കിട്ടും. പിന്നെ അതുപോലെ വേവ്സ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക വൈറ്റ് കളറും കൂടെ ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ലൈൻ പോലെ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ പോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു വേവ്സും ക്ലിയർ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഓരോ ഡീറ്റെയിലിംഗ് നോക്കി ചെയ്യുമ്പോഴാണ് ഒരു പിക്ചറിന് പെർഫെക്ഷൻ കിട്ടുന്നത് കേട്ടോ. കണ്ടോ, നമുക്ക് ആ ഒരു വേവ്സിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് വൈറ്റ് കളറ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡാർക്കായിട്ട് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മളത് എന്താ പറയുക അതിനോട് സ്മഡ്ജ് ചെയ്ത് പോകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇത് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പെയിൻറ്റിങ് കൂടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു ബ്രിഡ്ജ് കൂടി വരച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു കപ്പിൾസിനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെയും കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാട്ടെ. എനിക്കറിയാം ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. ഡീറ്റെയിൽഡ് വീഡിയോ ആകുമ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഇത്തിരി ലെങ്തായി പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രിഡ്ജ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ബേൺ ആംബറും അതുപോലെ തന്നെ യെല്ലോ ഓർച്ചിഡ് എന്നുള്ള പെയിൻറ്റും കൂടിയിട്ടാണ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തെടുക്കുന്നത്. മരത്തിൻ്റെ പലക പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ബേൺ ആംബർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് പോലെ വരച്ച് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞു ബ്രിഡ്ജ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ആ പലകയുടെ ശരിക്കുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ഓർച്ചിഡ് വെച്ചിട്ട് ലൈൻ പോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി യെല്ലോ ഓർച്ചിഡ് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് തിൻ ബ്രഷ് കൊണ്ട് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മരത്തിൻ്റെതായ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. എനിക്ക് ബോട്ടിലിൽ ഇങ്ങനെ സീനറീസ് പെയിൻറ്റ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ബോട്ടിൽസ് അവൈലബിൾ ഇല്ലാത്ത മാത്രമാണ് ഇപ്പോൾ ഒരു വിഷമമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ചാടിക്കറി ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ലൈൻസ് പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മൾ ബേൺ ആംബർ വെച്ചിട്ട് ചെറുതായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മരപ്പലകയുടെ എഫക്റ്റ് ശരിക്കും നല്ല ഭംഗിയായിട്ട് കിട്ടും. അത് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ വിട്ടുപോകാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീനറിക്ക് ശരിക്കും ആ നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് സൈഡിലുള്ള ആ ഒരു പിടി ഭാഗം ഉണ്ടാവില്ലേ, സൈഡിൽ രണ്ട് സൈഡിലുള്ള ആ ഒരു കൈവരി നമുക്ക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ചെറിയ ചെറിയ കമ്പ് പോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ വ്യൂ എങ്ങനെയാണെന്നുള്ളത്, അതിനനുസരിച്ച് നമ്മളത് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊരു സ്ലാൻഡിങ് പോർഷനിൽ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്കൊക്കെ ഒരു ചെങ്ങല പോലെയൊക്കെ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വൈറ്റ് കളർ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെങ്ങല പോലെ വരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ വളരെ തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തു. ഇനി ജസ്റ്റ് നമ്മളിങ്ങനെ മാല ബൾബ് ഇടുന്ന പോലെ ഇങ്ങനെ മാല പോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഡോട്ട്സ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെഡിയായി. ഇനി അതിലേക്കുള്ള നമ്മുടെ കപ്പിൾസിനെ വരയ്ക്കാൻ പോവാണ്. അതും വളരെ എളുപ്പമാണ്. കാരണം കുഞ്ഞു പിക്ചറല്ലേ, നമുക്ക് അവരുടെ ഫേസ് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ ബ്രിഡ്ജിൽ ഒന്നും കൂടി ലൈൻസ് ബേൺ ആംബർ വെച്ച് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മരപ്പലക ശരിക്കും ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കപ്പിൾസിൻ്റെ തല വരച്ചെടുക്കാം. ആദ്യം ബോയുടെ തല ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു ബ്ലാക്ക് വെച്ചിട്ട്. ഇനി ഗേളുടെ തല എന്ന് പറയുമ്പോൾ കുറച്ച് മുടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ബാക്കിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അവരങ്ങോട്ട് ഫേസ് ചെയ്ത് മൗണ്ടെയിൻസിനെ കാണുന്ന രീതിയിൽ ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫേസ് വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി ആ ഒരു ഗേളിൻ്റെ ഡ്രസ്സിനായിട്ട് ഞാൻ കോറൽ റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ കയ്യും കാലൊക്കെ ക്ലിയർ ആയിട്ട് കാണാത്ത പോലെയല്ലേ നമുക്ക് ഈ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല.
നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വേഗം വരച്ചെടുക്കാൻ പറ്റും. ഇനി ബോയുടെ ഡ്രസ്സിനായിട്ട് ഞാൻ ഫെത്തല്ലോ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ആ കഴുത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ വിട്ടിട്ട് നമ്മൾ ആ ഒരു കളറ് ഷർട്ട് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോയ് ഗേളുടെ പുറത്ത് കൂടെ ഇങ്ങനെ കൈയിട്ടിരിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ കൈ കൊടുക്കാനായിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫെത്തല്ലോ ബ്ലൂവിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ആ ഗേളുടെ ഡ്രസ്സിൻ്റെ മേലെയായിട്ട്. ഇനി അവിടേക്ക് നമുക്ക് കൈ വരയ്ക്കാനായിട്ട് ഫ്ലഷ് ടിൻറ്റ് കളറ് കൊടുക്കാം. ഫ്ലഷ് ടിൻറ്റ് കളർ കൊടുത്തു. കഴുത്തിൻ്റെ അവിടെയും ചെറുതായിട്ട് ആ ഫ്ലഷ് ടിൻറ്റ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു കൈൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആ പെണ്ണിൻ്റെ മുടി അതിന് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കപ്പിൾസും അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയായി. ഇനി നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു തായ്ലൻഡിലെ ഐലൻഡ് പെയിൻറ്റ് ചെയ്ത വ്യൂ. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ബോട്ടിലാണ് ഞാൻ മുൻപ് ചെയ്ത വർക്കാണെന്ന് ഞാൻ പറഞ്ഞത്. അതും ഒരു സീനറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ബോട്ടിൽസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. ഇത് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു വർക്കായിരുന്നു കേട്ടോ. ആ ഒരു യെല്ലോ ടൈപ്പിൽ വരുന്ന ആ ഒരു സീനറി ഞാനത് മുൻപ് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ വീഡിയോസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടിൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ഷെയർ മറക്കണ്ട. കഴിയാവുന്ന എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട്